ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെയും അതുപോലെ തന്നെ ശങ്കറിനെയും ഗൗരീനെയും ഒക്കെയാണ്. അപ്പോൾ മഹാദേവൻ്റെ അഭിനയം തകർക്കുക കേട്ടോ. അതെ കുട്ടിശങ്കര, വേണ്ടടാ, സമയം കളയണ്ട, നീ ഒരു കാര്യം ചെയ്യുക, നീ ഗൗരിയും കൂട്ടിക്കൊണ്ട് വേഗം സ്കൂട്ടാകാൻ നോക്ക് എന്ന് പറഞ്ഞ മഹാദേവൻ ഉഗ്രം പ്രകടനം. ഗൗരി, എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് തൽക്കാലം നീ എങ്ങോട്ടേക്ക് പോണില്ല എന്ന് പറഞ്ഞു. അപ്പം മഹാദേവന് ഭയങ്കര സന്തോഷമായിട്ടോ. ശങ്കർ, ഇന്നെനിക്ക് കോടതിയിൽ എത്തേണ്ടതാ, നീ ഒരു കോടതിയിലേക്ക് പോണില്ല, മര്യാദയ്ക്ക് അകത്തേക്ക് കയറിപ്പോ എന്ന് പറഞ്ഞു. ശങ്കർ, പ്ലീസ് ശങ്കർ എന്ന് പറഞ്ഞു കേട്ടോ ഉടനെ. അപ്പോൾ തന്നെ പറഞ്ഞത് മര്യാദയ്ക്ക് അനുസരിക്ക്, പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഗൗരിക്കൊന്നും പറയാൻ വാക്കുകളില്ലല്ലോ. മിണ്ടാതെ ഗൗരി അകത്തേക്ക് കരഞ്ഞുകൊണ്ട് കയറി അങ്ങ് പോയി കേട്ടോ. അപ്പോൾ മഹാദേവൻ്റെ അടുത്ത പ്രകടനം, എടാ കുട്ടി ശങ്കരാ, നീ ഇങ്ങോട്ടേക്ക് വന്നേടാ, എന്താടാ ഇത് എന്ന് ചോദിച്ചോ. നീ എന്തൊട്ട് പണിയാടാ കാണിച്ചത്, നീ എന്തൊട്ടിനാടാ ആ പെങ്കൊച്ചിനെ വെറുതെ വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചോ. എടാ അച്ഛല്ലേ, നീ ഒരു കാര്യം ചെയ്യ, നീ ചെന്ന് അവളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഈ സമയത്ത് അവളുടെ കൂടെ നിൽക്കേണ്ടത് നീയല്ലേടാ, ധൈര്യം കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പം നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത് നീയല്ലേടാ കുട്ടിശങ്കര എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ നിൽക്കുകയാണ്. ചെല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശേഖരനെ നോക്കിയപ്പോൾ ശേഖരൻ ചെല്ല എന്നുള്ള മട്ടിലെങ്ങനെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പം ശേഖറും അതുപോലെ തന്നെ രാധയും എല്ലാവരുടെ നിൽക്കുകയാണ് കേട്ടോ. എടീ പ്രൊഫസറുടെ മോളെ, നീ നിൻ്റെ തന്തേനെ ഒന്ന് രക്ഷപ്പെടുത്തുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ മഹാദേവൻ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഗൗരി അകത്തേക്ക് പോയി. എന്നിട്ട് ഗൗരി അവിടെ നിന്ന് കരയുക. ഈ പെണ്ണുങ്ങളുടെ കാര്യം പറയുന്നത് വളരെ ശരിയാണ്. കാരണം പറയുന്നത് സത്യമാണോ ശരിയാണോ എന്നൊന്നും ചിന്തിക്കില്ല, വെറുതെ അങ്ങോട്ടിരുന്ന് കരയും. അച്ഛൻ എത്ര കാര്യമായിട്ടാണ് നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ, ശ്യാം സാറിൻ്റെ കാര്യത്തിൽ നാം അതുവരെ ക്ഷമിച്ചാൽ നിനക്ക് എന്തൊട്ടാ ഗൗരി പ്രശ്നം? ജയിലിൽ കിടക്കുമ്പോൾ ശ്യാം സാറിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവർക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ നിനക്കാണോ ഗൗരിയെ എന്ന് ചോദിച്ചു ശങ്കർ, ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിന് ശ്രമിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ ശങ്കർ. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ശങ്കർ എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് ഒരിക്കലും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ശങ്കറെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം ശങ്കർ ഒരൊറ്റ ചിരി ഇരിച്ചു കേട്ടോ. എന്നിട്ട് കൈയടിച്ച് അപ്പോഴേക്കും ഗൗരിയുടെ കിളി പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. ആഹാ, ഇപ്പം നിനക്ക് എന്നെ ആവശ്യം വന്നു അല്ലേ ഗൗരി? ഞാൻ നിൻ്റെ കൂടെ ഉള്ളതല്ലേ, ഇപ്പം നിനക്ക് വേണമല്ലേ? ഞാൻ എന്താ വെറും വാഷ് ഔട്ടാണെന്ന് നീ വിചാരിച്ചോ? ശങ്കർ എന്തായി പറയണത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എത്ര സിമ്പിളായിട്ടാ കാര്യങ്ങൾ നീ എൻ്റെ അടുത്ത് നിന്ന് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ശങ്കർ എന്തായി പറയണത്? എനിക്കൊന്നും മനസ്സിലായില്ല. നീ ഒന്നും അറിയാത്തതുപോലെ ആക്ട് ചെയ്യല്ലേ ഗൗരിയെ? നിനക്കൊന്നും അറിയില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ ഗൗരിയെ? പറ, നീ എന്തുട്ടാ വിചാരിച്ചത്? നീ കീ കൊടുക്കുമ്പോൾ ചാടിക്കളിക്കണ പാവയാണ് ഞാനെന്നോ? അങ്ങോട്ട് കാടറ കുട്ടിരാമ, ഇങ്ങോട്ട് കാടറ കുട്ടിരാമ എന്ന് പറയുന്നത് പോലെ. ആഹാ, അങ്ങനെയാ കരുതിയിരിക്കണേ. നീ പറഞ്ഞിട്ട് നിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും ഞാൻ നിന്നതാ, എന്നിട്ട് അതെൻ്റെ കൂടെ സ്നേഹം കൊണ്ടാ. പക്ഷേ നിനക്ക് ഫ്രണ്ട് ആവണമെന്ന് പറഞ്ഞപ്പം ഞാൻ ഫ്രണ്ടായില്ലേ? എന്നിട്ടോ ആ ധ്രുവൻ ആരതിയെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ശ്യാം സാർ അത് എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയാതെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്ത് നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് നീ അതിനെക്കുറിച്ച് ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞോ ഗൗരി? ഫ്രണ്ട്ഷിപ്പാണല്ലേ ഫ്രണ്ട്ഷിപ്പ്, ഇതാണോ ഫ്രണ്ട്ഷിപ്പ്? ശങ്കർ, ഞാൻ എന്ന് പറഞ്ഞു. വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട കേട്ടോ, എനിക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഇനി നിനക്ക് നിൻ്റെ ഏട്ടൻ്റെ അടുത്തുനിന്നും പെങ്ങളുടെ അടുത്തു നിന്നും വീട്ടുകാരുടെ അടുത്തുനിന്നും ഒക്കെ പല കാര്യങ്ങളും മറച്ചു വെക്കാൻ പറ്റും. പക്ഷേ ഉണ്ടല്ലോ ഗൗരി, നീയില്ലേ ഈ ഞാൻ നിൻ്റെ കെട്ടിയോനാ, ഹസ്ബൻഡ്. അത് നിനക്കറിയോ? എന്ത് ഹസ്ബൻഡ് അല്ലേ? അങ്ങനെയല്ലേ നീ വിചാരിക്കണത്? അല്ല, കെട്ടിയോന്ന് പേര് മാത്രമല്ലേ എനിക്കുള്ളൂ, അല്ലാതെ കെട്ടിയോൻ്റെ പണിയൊന്നും എനിക്കില്ലല്ലോ. ഇതുപോലെ ഞാൻ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ആർക്കറിയാം? എന്താന്ന് വെച്ചാലേ ഞാൻ ചോദിച്ചത് ഒന്ന് റെഡി ആയിട്ടിരിക്കാമല്ലോ, അതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു.
ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിനക്കറിയില്ല എൻ്റെ ഗൗരിയെ. അത് നീ മനസ്സിലാക്കുന്നതുമില്ല. അതുകൊണ്ടാ നിനക്ക് എൻ്റെ വേദന മനസ്സിലാവാത്തത്. കേസിൻ്റെയും കൂട്ടത്തിൻ്റെയും പുറകെ ഒന്ന് പോവണ്ടെന്നും മര്യാദയ്ക്ക് ഇറങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞത് എൻ്റെ അച്ഛനാ. ഈ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞാൽ അനുസരിക്കാൻ നിനക്ക് എന്തിട്ടാ മതി? നിനക്ക് നീ ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യും. ആ പരിപാടി ഇനി നടക്കില്ല കേട്ടോ. എൻ്റെ അച്ഛനെ ചുള്ളൻ ഭയങ്കര ശുദ്ധനാ. മനസ്സിലുള്ളതൊക്കെ അങ്ങ് തുറന്നു പറയും. പക്ഷെ നീ അങ്ങനെയല്ല കേട്ടോ. നിന്റെ മനസ്സിലൊന്നും പ്രവൃത്തി വേറൊന്നും കേട്ടോ ഗൗരിയെ എന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിയണ വരെ നിനക്ക് ഒരു വക്കീലിനെയും കാണാൻ തൽക്കാലം പോകണ്ട. അതെ, ഈ ഞാനും നിന്നെ സഹായിക്കില്ല. മനസ്സിലായോ നിനക്ക്? നിനക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. ഒരു ചുക്കും ചുണ്ണാമ്പ് ചെയ്യാൻ പറ്റില്ല നിനക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് ശങ്കർ അങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഗൗരിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഗൗരി ആകെ ധർമ്മസങ്കടത്തിലായി പെട്ടുപോയി. ഇനിയിപ്പോൾ പോവാനും പറ്റില്ല. പിന്നെ കാണുന്നത് നമ്മുടെ കമലയിടത്തിനെയും ഗൗരിനെയാണ് കേട്ടോ. അപ്പോൾ ഗൗരി കരയുമ്പോൾ കമലയിടത്തെ അവിടെ വന്നിരുന്നിട്ട് കണ്ണൊക്കെ തൂത്തു കൊടുക്കുക. കരയല്ലേ? കരയാതെ ഗൗരി, നിങ്ങൾ രണ്ടുപേരും ഈ പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കടിച്ചാൽ എന്തെങ്കിലും പരിഹാരമാവുമോ? നിങ്ങൾ എന്തിനാ വെറുതെ ഇതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കുന്നത്? കമലയിടത്തി, എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെയാ ചിലപ്പോഴൊക്കെ ശങ്കർ പെരുമാറുന്നത്. അതെ ഗൗരി, ശങ്കർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പെരുമാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. എൻ്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അപ്പം പിന്നെ ഞാൻ ചെയ്യണ്ടേ? അത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ? എനിക്ക് എൻ്റെ അച്ഛനെ ചെയ്യേണ്ട കടമകളൊന്നും ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയുന്ന എനിക്ക് ഒരു ഉറപ്പുമില്ല. മനസ്സിൻ്റെ ധൈര്യം നീ കളയരുത്. നിന്നെക്കൊണ്ട് പറ്റും. നീ നിൻ്റെ മനസ്സിൻ്റെ ധൈര്യം മാത്രം കളയാതിരുന്നാൽ മതി. നിനക്ക് എല്ലാം സാധിക്കും ഗൗരി. എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന് ഞാൻ പോയി എന്ന് ഞാൻ വിചാരിച്ചത് തന്നെയാണ്. എന്നെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ പല കുഞ്ഞുങ്ങളുടെയും കാര്യം നിനക്കറിയാവുന്നതല്ലേ ഗൗരിയെ? പക്ഷേങ്കിൽ ഈ കുഞ്ഞും എനിക്ക് കിട്ടില്ല എന്ന് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചതാണ്. പക്ഷേങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വിധി, അവരെ കുഞ്ഞിനെ ലാളിക്കാനുള്ള വിധിയില്ല എന്ന് ഞാൻ സമാധാനിച്ചു. പക്ഷേ അവസാന നിമിഷം നീ അവിടെ ഓടിയെത്തി എൻ്റെ കുഞ്ഞിനെ നീ രക്ഷിച്ചില്ലേ? ഈശ്വരനാ നിന്നെ അവിടെ എത്തിച്ചത്. അതുപോലെ തന്നെ നിൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ ഭഗവാൻ എന്താണെങ്കിലും നിയോഗിക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. കമലയെടുത്തി ശരിയാ പറഞ്ഞത്. നമ്മൾ ചെയ്ത നന്മകൾ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നല്ല രീതിയിൽ വന്ന് ഭവിക്കുമെന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. ഞങ്ങളെ സഹായിക്കാനും ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ കമല ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രാധാമണി തങ്കച്ചിയുടെ വരവ്. അപ്പോൾ രാധാമണി അങ്ങോട്ടേക്ക് വന്നുടനെ തന്നെ ഇവർ രണ്ടുപേരും എഴുന്നേറ്റു. രാധ അങ്ങോട്ടേക്ക് വന്നിട്ട്, കമലയ്ക്ക് അകത്ത് ജോലിയൊന്നും ഇല്ലേ? ഉണ്ട്. കൊലപാതകിയുടെ മോളെ ആശ്വസിപ്പിച്ചതൊക്കെ മതി എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി ഇങ്ങനെ ചാടിച്ചില്ലാന്ന് തുടങ്ങിയപ്പോഴത്തേനും വേഗം കമല കൈക്ക് കയറി പിടിച്ചു കേട്ടോ. വേണ്ട എന്നുള്ള മട്ടിൽ തടഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ഗൗരി അവിടെ അനങ്ങാതെ നിന്നു. അപ്പോൾ കമല ഏട്ടത്തി പറഞ്ഞാൽ അനുസരിക്കണമല്ലോ. അപ്പം മിണ്ടാതെ അവിടെ ഗൗരി ഇങ്ങനെ അനങ്ങാതെ നിന്നു കേട്ടോ. എന്താ ഇതേ ഇപ്പം നോക്കിക്കേ, ഇപ്പം ഈ ഒരു കാരണം കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ മോനൊരു കല്യാണം കഴിച്ചു, അതോടെ അവനും നശിച്ചു, അവൻ്റെ കുടുംബത്തിൻ്റെ മാനവും അഭിമാനവും നശിച്ചു, കഷ്ടം തന്നെ എന്ന് പറഞ്ഞിട്ട് രാധാമണി അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ കമല ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ഗൗരിയോട് എന്താ പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ നിന്നു. പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയും അതുപോലെ തന്നെ ശങ്കറിനെയും ശേഖരനെയും രാധാമണിനെയാണ്. പിന്നെ മഹാദേവൻ അഭിനയം അഭിനയിക്കുകയാണ് കേട്ടോ. എടാ കുട്ടി ശങ്കര, എന്തുട്ടായത് എന്ന് ചോദിച്ചു. നിൻ്റെ പെണ്ണിനെ അവളുടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവൾ പൊയ്ക്കോട്ടെ. ഹൈ, നീ എന്തുട്ടിനാടാ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? അല്ല, ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ഇലക്ഷൻ കഴിയട്ടെ. അവളുടെ വീട്ടിലേക്ക് പോണതും ശ്യാം സാറിനെ ഹെൽപ്പ് ചെയ്യണതും ഒക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. കന്നാലി, ഗൗരിയെ ഗൗരിയുടെ വീട്ടിലേക്ക് വിടണ്ട, ഇവിടെ തന്നെ തടഞ്ഞു വെക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോടാ? പറ. നീ നിൻ്റെ പെണ്ണുമായിട്ട് ഇവിടെ സന്തോഷമായിട്ട് കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം. ഇലക്ഷനും അച്ഛൻ്റെ സീറ്റും ഒന്നും നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമാവരുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? രാധേ, നീ ഗൗരി വിളിച്ചേ. ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഗൗരി എവിടെയാ? പൂങ്കണ്ണീർ ഒളിപ്പിച്ചോണ്ട് അവളവിടെ ഇരിപ്പുണ്ട്. സമാധാനിപ്പിക്കാൻ അവളുണ്ട് ആ കമലയും. ശേഖര, കമലയെ നീ ഒന്ന് പറഞ്ഞൊന്ന് വിലക്കണം കേട്ടോ. അവക്കിത്തിരി അഹങ്കാരം കൂടുതലാ. എടി രാധേ, ദേ ഒന്നങ്ങോട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു മഹാദേവൻ. നീനക്ക് ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും ഈ കുശുമ്പും കുന്നായ്മയും അല്ലാതെ വേറൊന്നും പറയാനില്ലേ? പോയി നീ ഗൗരിയെ വിളിച്ചോണ്ട് വാടി.
ചെല്ലടി വേഗം എന്ന് പറഞ്ഞുകൊണ്ട് രാധാമണിയെ പറഞ്ഞു വിട്ടു കേട്ടോ. ഒന്നുമല്ലാത്ത കൂസലില്ലാത്ത മട്ടിൽ രാധാമണി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ ഗൗരി ഇതേണ്ട അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗൗരി അങ്ങോട്ടേക്ക് വന്നു. മോളിങ്ങ് വന്നേ. നോക്ക് മോളെ, ഈ അച്ഛനെ കഴിച്ചിലും പിഴിച്ചിലും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയണത്. മോൾക്ക് മോളുടെ അച്ഛനെ രക്ഷിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മോള് അത് ധൈര്യമായിട്ട് ചെയ്യണം. അതിൽ അച്ഛൻ തടസ്സമല്ല. നിൻ്റെ അച്ഛന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട് നീ തയ്യാറാണ് എങ്കിൽ പിന്നെ നിന്നെ തടയാൻ ഇവിടെ ആരെ കൊണ്ടാ പറ്റുക? ആരെ കൊണ്ട് പറ്റില്ല മോളെ. അതുകൊണ്ടാണ് ഈ അച്ഛൻ പറയണത്. ഇലക്ഷൻ്റെ കാര്യമൊക്കെ മോളങ്ങ് വിട്ട് കളഞ്ഞേരും കേട്ടോ. മോളുടെ വീട്ടുകാർ പ്രൊഫസർ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയല്ലേ. അപ്പം പിന്നെ മോള് ചെയ്യുന്നതാണ് ശരി. ഗൗരി, മോള് തളർന്നു പോവരുത് കേട്ടോ. നീ മുന്നോട്ട് പോയിട്ട് വിജയിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും നമ്മുടെ പ്രൊഫസറിനെ മോള് രക്ഷിച്ചെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. ഫോണിലാരോ വിളിക്കുന്നുണ്ടല്ലോ. നിൻ്റെ ഫോണിൽ അടിക്കുന്നത്? ഫോൺ എടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആദർശാണ് വിളിക്കുന്നത് കേട്ടോ. ഹലോ ആദർശേട്ടാ. ഗൗരി ഏട്ടാ, എന്നോട് ക്ഷമിക്കണം, എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. നീ എന്താണേലും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറഞ്ഞത്? നീ ഇങ്ങോട്ട് വരണ്ട എന്ന് ഞാൻ പറയണം എന്ന് വിചാരിച്ചതാ ഗൗരിയെ. മറ്റൊന്നുമല്ല, നമ്മുടെ ആ കേസ് ഉണ്ടല്ലോ, ആ വക്കീൽ പിന്മാറി. അതെന്താ അയാൾ അങ്ങനെ ചെയ്തത് എന്ന് ഗൗരി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ജ്യോതിഷ പെട്ടെന്ന് ഇനി വക്കാലത്ത് ഏറ്റെടുക്കില്ല എന്നാണ് അയാൾ തറപ്പിച്ച് പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ, നമ്മൾ കണ്ടപ്പോഴത്തേനും ഒന്നും പേടിക്കേണ്ട, അച്ഛനെ ഇന്ന് തന്നെ ജാമ്യത്തിൽ ഇറക്കാം എന്നൊക്കെ അയാൾ ഭയങ്കര കോൺഫിഡൻസിനാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് എന്തായിട്ട് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. കാരണമൊന്നും അയാൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല ഗൗരി, എത്ര ചോദിച്ചിട്ടോ. പക്ഷേ അയാൾ പറയാതെ പറഞ്ഞതുണ്ട്. പക്ഷേ എനിക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി എന്ന് ആദർശ് ഇങ്ങനെ പറയാണ് കേട്ടോ. ചാരങ്ങാട്ട് മഹാദേവനെ പേടിച്ചിട്ടാണ് അഡ്വക്കേറ്റ് ജ്യോതിഷ് നമ്മുടെ കേസ് ഒഴിവായത് എന്ന് പറഞ്ഞു. മഹാദേവന് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നോക്കുക. സാരമില്ല ആദർശേട്ടാ, അയാൾ വന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ വക്കീലിനെ നോക്കാം. അതിലൊരു പ്രശ്നമുണ്ട് ഗൗരി. പല വക്കീലന്മാരോട്ട് ഞാൻ സംസാരിച്ചായിരുന്നു. പക്ഷെ ആർക്കും ഈ കേസിൽ എത്തിക്കാൻ താല്പര്യമില്ല എന്നാ പറയുന്നത് കേട്ടത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഓരോരുത്തരും ഓരോരോ ഒഴിവുകഴിവുകൾ പറയുക. എല്ലാവരും എന്താ നമ്മുടെ കേസ് ഇങ്ങനെ ഒഴിവാക്കണത്? അതെന്താ കാര്യം എന്ന് ചോദിച്ചോ. അയാളെ പേടിച്ചിട്ടാ, ആ ചാരങ്ങാട്ട് മഹാദേവനെ പേടിച്ചിട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി. അതെ, വക്കീൽ ഓഫീസിൽ കയറി ഇറങ്ങി ഞാൻ മടുത്തു ഗൗരി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഗൗരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഫോൺ കട്ടാക്കി. വളരെ ഭവ്യതയോടെ തന്നെ മഹാദേവൻ നേരെ ചെന്നിട്ട് അവൻ പെട്ടെന്ന് തന്നെ ഗൗരി വിളിച്ചിട്ട്, മോളെ എന്തുട്ടാ പ്രശ്നം? അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ഫോണിൽ ഏതോ വക്കീൽ കേസ് ഒഴിവായോ? അല്ല ഒഴിവായി എന്നത് മറ്റോ പറയുന്ന കേട്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറഞ്ഞു. അപ്പം മഹാദേവൻ്റെ അഭിനയം കണ്ട് ഗൗരിക്കും കാര്യമൊക്കെ മനസ്സിലായി, ഇയാളെ നന്നായി അഭിനയിക്കുന്നുണ്ടെന്ന്. അതെ, ഒഴിയട്ടെ മോളെ ഇതുകൊണ്ടൊന്നും തളർന്നു പോവരുത് മോളെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, വേണ്ടി വന്നാൽ മോള് സുപ്രീം കോടതി വരെ പോകണം, അതാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ശേഖറിന് ചിരി വന്നിട്ട് പാടില്ല കേട്ടോ. എന്തൊട്ട് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നീ നിൻ്റെ അച്ഛനെ രക്ഷിക്കണം എന്ന് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചോ. അത് ഒരു മോളുടെ കടമയാണ്, അത് മറന്നു പോവരുത്, ഉത്തരവാദിത്തം. ശരിയാ, അച്ഛൻ പറഞ്ഞത് വളരെ ശരിയാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിച്ചിരിക്കും, അത് ഞാൻ തീരുമാനിച്ചു. അതെൻ്റെ കടമയാണ്, അല്ല ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ ആ അച്ഛൻ്റെ മകളാവുന്നത്? അല്ലേ? എന്താ അല്ലേ അച്ഛാ, ശരിയല്ലേ എന്ന് ചോദിച്ച് ഒരാക്കിയ ചോദ്യം ചോദിച്ചിട്ട് ഗൗരി അങ്ങോട്ടേക്ക് കയറി അങ്ങ് പോയി കേട്ടോ. കാര്യങ്ങളൊക്കെ മഹാദേവനും മനസ്സിലായി, മഹാദേവൻ്റെ കളിയൊക്കെ ഗൗരിക്കും മനസ്സിലായി. കൊള്ളാം എന്നുള്ള മട്ടിൽ പൊട്ടം നിൽക്കുന്ന പോലെ നമ്മുടെ ശങ്കർ അടുത്ത് നിൽപ്പുണ്ട്. ശങ്കറിന് അച്ഛൻ്റെ കളികളൊന്നും മനസ്സിലായിട്ടില്ല. എങ്ങനെ നിൽപ്പാണ് ശങ്കർ. അപ്പോൾ അച്ഛൻ്റെ പക്ഷത്ത് അച്ഛൻ ഭയങ്കര സെൻറ്റിമെൻ്റലായതുകൊണ്ട് ശങ്കറും വേഗം സെൻറ്റിമെൻ്റലായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആദർശ് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ നന്ദിനി അമ്മ മുത്തശ്ശിയൊക്കെ നിൽപ്പുണ്ട്, ആരതിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചോദിക്കുകയാണ്, ആദർശേ നീ വന്നിട്ട് എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. അയാൾ നമ്മളോട് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മേ. നീ ആരുടെ കാര്യമാണ് മോനെ പറയണത്? എങ്ങനെയും നമ്മളെ തോൽപ്പിക്കാനാ അയാൾ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. ആദർശേ നീ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പറ.
നീ പുറകെ നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്നത് ആരാ? അങ്ങോട്ട് മഹാദേവൻ എന്ന് പറഞ്ഞു. അപ്പോൾ വേണി ഇത് കേട്ടോണ്ട് അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേണി ഇങ്ങനെ മിണ്ടാതെ കുറേ നേരം നിന്നു ആദർശ് പറയുന്നത് കേട്ടിട്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ്. അമ്മയ്ക്കും മുത്തശ്ശിക്കും വിശ്വാസം വരുന്നില്ല അല്ലേ? എനിക്കറിയാം നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആദ്യം എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റിയതേ ഇല്ലായിരുന്നു. പക്ഷേ നമ്മുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നതേ ഇല്ല. അയാൾ അതിന് തടയിടുക ചെയ്യണത് എന്ന് പറഞ്ഞു. നമ്മളതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അയാളത് തടയുകയും ചെയ്യും. ആദർശേ, ശങ്കറിൻ്റെ അച്ഛൻ നമ്മളെ സഹായിക്കാനായിട്ടല്ലേ ശ്രമിച്ചത്? ശ്യാമേട്ടനെ അത് സമ്മതിക്കാതിരുന്നത് കൊണ്ടല്ലേ ഇപ്പം? അമ്മേ, പോലീസ് സ്റ്റേഷനിലെ കാര്യമല്ലമ്മേ ഞാൻ പറയണത്. ജ്യോതിഷ് വക്കീൽ നമ്മുടെ കേസിൽ നിന്ന് പിന്മാറിയത് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടമ്മേ എന്ന് പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയെന്നോ? മഹാദേവൻ എന്തിനാ മോനെ നമ്മളോട് അങ്ങനെ ചെയ്യണത്? അയാൾക്ക് എലക്ഷൻ ജയിക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് എലക്ഷൻ കഴിയുന്നത് വരെ ഈ കേസ് പൊങ്ങി വരാൻ പാടില്ല. അതിനുവേണ്ടി തന്നെയാണ് അയാൾ ആ കളി കളിക്കുന്നത്. അത് അയാൾക്ക് ദോഷം ചെയ്യുമെന്ന് അയാൾ കരുതുന്നു. അതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് ചാരങ്ങാട്ട് മഹാദേവൻ എന്താ ചെയ്തതെന്നറിയോ? എല്ലാ വക്കീലന്മാരെയും അയാൾ വിലക്കി. ഇപ്പം നമ്മുടെ കേസെടുക്കാനായിട്ട് ഒരു വക്കീലും തയ്യാറല്ല. ഇത്രയും കേട്ട് നിന്ന വേണി വേഗം അങ്ങ് ചെല്ലാണ്. അതെ, നിങ്ങൾ എന്തൊട്ടൊക്കെയാ മനുഷ്യ പറയണത്? കുറേ നേരമായല്ലോ. അല്ല, നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ അച്ഛൻ പ്രൊഫസറെ സഹായിക്കാനായിട്ടല്ലേ നോക്കിയത്? എന്നിട്ട് പ്രൊഫസറല്ലേ അത് സമ്മതിക്കാതിരുന്നത്? അതിനിപ്പോൾ അച്ഛനെ എന്തിനാ കുറ്റം പറയണത്? നമ്മുടെ അച്ഛൻ്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? നിങ്ങൾ പറ മനുഷ്യ. പിന്നെ നമ്മുടെ അച്ഛൻ ഇലക്ഷന് ജയിച്ച് MLA മന്ത്രിയൊക്കെ ആവണതേ നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമല്ലേ? ഇത് ഇലക്ഷൻ കഴിയുന്നതുവരെ ഈ കേസൊന്ന് കുത്തിപ്പൊക്കാതെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുക. ഹോ, പ്രൊഫസർ കുറച്ച് ദിവസം ജയിലിൽ കിടന്നെന്ന് വെച്ചാൽ എന്തുട്ടാ സംഭവിക്കുന്നത്? വേണി, നീ എന്ത് വർത്തമാനമായി പറയണത് എന്ന് ചോദിച്ചു ആദർശ്. ചാടി അടിച്ചു. നീ പറയുന്നത് എൻ്റെ അച്ഛനെ കുറിച്ചാണ്. നല്ല ഓർമ്മ വേണം നിനക്ക്. വേണി ചേച്ചി എന്ന് വിളിച്ചു ആരതി. അതെ, വേണി ചേച്ചിയുടെ അച്ഛൻ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അച്ഛൻ ജയിലിൽ കിടക്കണമെന്ന് വല്ല നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു ആരതി. ഞങ്ങളുടെയൊക്കെ അവസ്ഥ ചേച്ചി കാണുന്നതല്ലേ? അല്ല, നിങ്ങൾക്കതും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തായാലും കൊലക്കേസിലെ പ്രതിയായി. അപ്പം പിന്നെ ഇനി കുറച്ച് ദിവസം കൂടുതൽ ജയിലിൽ കിടന്നോർത്ത് നമ്മുടെ പ്രൊഫസറെ ചീഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ലല്ലോ, ആണോ? അപ്പം ഇതൊക്കെ കേട്ടിട്ട് ഇവരിങ്ങനെ നിൽക്കാം. പിന്നെ എന്തുട്ടായി പേടിക്കാൻ? വേണി, നിന്നോട് ഞാൻ ഈ വൃത്തികെട്ട സംസാരം നിർത്താനാ പറഞ്ഞത്. അല്ലെങ്കിൽ നീ വിവരം അറിയും. ഞാൻ സംസാരിക്കും, എന്തായാലും സംസാരിക്കും. നിങ്ങൾ എന്തിട്ടാ ചെയ്യുക? നിങ്ങൾ എന്തായാലും പിടിച്ച് വിഴുങ്ങോ എന്ന് ചോദിച്ച് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. അതെ, ഒരു വക്കീലും നമ്മളെ അച്ഛനെ പേടിച്ച് വക്കീൽ കേസ് ഏറ്റെടുക്കുന്നില്ല. നന്നായി പോയി എന്ന് പറഞ്ഞു. വേണി, നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാ. നീ മിണ്ടാതെന്നോ, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കാം. നീ അകത്തേക്കാണ് കയറിപ്പോ. പറഞ്ഞത് കേട്ടില്ലേ നീ? അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെന്താ എന്നെ ഇടിക്കുമോ? അതിന് വേണ്ടിയിട്ടാണോ? എങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. നിങ്ങൾ ഇടിക്ക്, ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേട്ട് നന്ദിനിയമ്മയും മുത്തശ്ശി നിൽക്കുക കേട്ടോ. നിങ്ങൾ വെറുതെ എൻ്റെ പാവൻ്റെ അച്ഛനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് നല്ല മിടുക്കാണല്ലോ. നിൻ്റെ പാവ ഒരച്ഛൻ വന്നിരിക്കുന്നു. അയാൾ വെറും രാഷ്ട്രീയക്കാരനാ, മനസാക്ഷി ഇല്ലാത്തവൻ. ദേ, ഉള്ള കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ അച്ഛനെ കുറ്റപ്പെടുത്തിയാൽ എനിക്ക് സഹിക്കില്ല കേട്ടോ ആദർശേട്ടാ. എൻ്റെ പൊന്നോ, ഞാൻ പിന്നെ എന്തൊട്ടാ ചെയ്യാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നീ എന്നെ തല്ലുന്നാണോ പറയണത്? വേണ്ടി വന്നാൽ ഞാൻ ചിലപ്പോൾ തല്ലും. വേണി എന്ന് വിളിച്ച് ഇവർ രണ്ടുപേരും ചീറിയെടുക്കുകയാണ്. അപ്പോൾ കുറേ നേരമായിട്ട് നന്ദിനിയമ്മ ഇത് കേട്ട് നിൽക്കുക. നന്ദിനിയമ്മ നേരെ ചീറി അങ്ങോട്ട് എടുത്തിട്ട് നിർത്ത് എന്നൊരു ഒച്ചയ്ക്ക് പറഞ്ഞു. ഇനി രണ്ടുപേരും ഒരക്ഷരം മിണ്ടിപ്പോവരുത്, പറഞ്ഞേക്കാം. ഈ വീടിന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിച്ച ശ്യാമേട്ടൻ ഇപ്പോഴേ ശ്യാമേട്ടൻ ജയിലിലാണ് കിടക്കണത്. അതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാതെയാ ആ മനുഷ്യൻ ജയിലിൽ കിടക്കണത്. അതുകൊണ്ട് ഞാൻ പറയാ, അതിൻ്റെ പേരിൽ അതൊന്നും ഓർക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്കടിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാണമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. രണ്ടുപേരും എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ, പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയിട്ടോ. നന്ദിനിയമ്മയുടെ ഇതിങ്ങനെ നന്ദിനിയമ്മേനെ നേരെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഇവർ രണ്ടുപേരും മിണ്ടാതെ അങ്ങ് പോയി. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഗൗരി ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തൊരവസ്ഥ. അപ്പോൾ ചാരങ്ങാട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുക. ശങ്കറിൻ്റെ അച്ഛനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കണതെന്ന് എങ്ങനെയാ ശങ്കറിനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക? പറഞ്ഞിട്ടെന്താ കാര്യം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ ശങ്കറിനെയും കൂടെ ഒരു വഴിയാക്കാൻ തീരുമാനിച്ചു കേട്ടോ ഗൗരി.
ഗൗരി നിനക്ക് എന്തുട്ടാ പറ്റിയത് എന്ന് ചോദിച്ചു ശങ്കർ. നിനക്ക് എന്താ ഇത്ര ടെൻഷൻ? പഴയ വക്കീല് കേസിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തളർന്നു പോയി. ശങ്കറിൻ്റെ അച്ഛൻ്റെ വാക്കുകളാണ് എനിക്ക് ഊർജം പകർന്നത്. ശങ്കറിൻ്റെ അച്ഛൻ പറഞ്ഞത് എത്ര ശരിയാ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എങ്കിലും ഞാൻ എൻ്റെ അച്ഛനെ രക്ഷിക്കണം. ഗൗരിക്ക് അറിയാഞ്ഞിട്ടാ ഗൗരിയെ, നമ്മുടെ അച്ഛന് ഒടുക്കത്തെ പോസിറ്റീവാ. നമ്മളങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ ചുള്ളൻ ചില സംഗതികൾ അങ്ങോട്ടേക്ക് കാച്ചൂട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ ചില്ലറ പുള്ളിയൊന്നും അല്ല കേട്ടോ, നമ്മുടെ അച്ഛൻ പൊളിയാ. ഞാൻ ആലോചിക്കുന്നത് ശങ്കറിൻ്റെ അച്ഛൻ പറഞ്ഞില്ലേ വേറെ വക്കീലിനെ നോക്കാമെന്ന്. ഞാനും ഇപ്പം അത് തന്നെയാണ് പറയണേ കേട്ടോ. പോയത് പോട്ടെ, നമുക്ക് പുതിയ വക്കീലിനെ നോക്കാന്നേ. അങ്ങനെയാണെങ്കിൽ പുതിയ വക്കീലിനെ കാണാനായിട്ട് ശങ്കറും എൻ്റെ ഒപ്പം വരുമോ എന്ന് ചോദിച്ചു ഗൗരി. അപ്പം ശങ്കർ ചിരിച്ച പടിയിരിക്കുകയാണ്. ശങ്കറിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഗൗരി തന്നെയും കൂടെ കൂട്ടിയില്ലോ എന്നോർത്തിട്ട്. പക്ഷേ ഗൗരിക്ക് ഉദ്ദേശിച്ചത് മറ്റൊന്നാണ്. അച്ഛൻ്റെ കള്ളക്കളി ശങ്കറിനെ മനസ്സിലാക്കാൻ ശങ്കറൂടെ കൂടെ വേണം. എങ്കിൽ മാത്രമേ അച്ഛൻ്റെ കളികൾ എന്താണെന്ന് ശങ്കറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ പറഞ്ഞ എന്താണേലും ശങ്കറിന് ഒരു കാരണവശാലും മനസ്സിലാവില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഗൗരി ശങ്കറിനെയും കൂടെ കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.